സംസ്ഥാനത്ത് ചൂട് കുറയുന്നു. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടായി ലഘൂകരിച്ചു. MG പ്രതീഷ് വിവരങ്ങൾ ചേർന്നു. പ്രതീഷ്, ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിലെ ഉള്ള അതിഭീകരമായ മാരകമായ ചൂടിന് നേരിയ താഴേക്കുള്ള ട്രെൻഡ് തുടങ്ങി എന്ന് പ്രതീക്ഷിക്കാനായോ? അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം ഹാഷ്മി. സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കൊടും ചൂടിന് നേരിയ കുറവ് വന്നു എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലായിരുന്നു ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചിരുന്നത്. ഈ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പിൻവലിച്ചിരിക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ താപനില ഉണ്ടാകാനുള്ള ഒരു സാധ്യത. 39 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാട് ജില്ലയിൽ താപനില ഉയരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. നേരത്തെ 40-ന് മുകളിലായിരുന്നു പാലക്കാട് ജില്ലയിൽ താപനില ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പാലക്കാട്, കോഴിക്കോട് ജില്ലയിൽ ഒരു ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിലും താപനില വരും ദിവസങ്ങളിൽ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ കൊടും ചൂടിലേക്ക് സംസ്ഥാനം പോകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മെയ് 8 തന്നെ വേനൽമഴ സംസ്ഥാനത്ത് സജീവമാകും. ഈ മാസം പകുതിയോടുകൂടി തന്നെ വേനൽമഴ ശക്തമാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. സമുദ്ര ഗവേഷണ വകുപ്പാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ റെഡ് അലർട്ടും ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും പ്രത്യേക ജാഗ്രത കേരള തീരത്ത് വേണമെന്നൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പും സമുദ്ര ഗവേഷണ വകുപ്പും നൽകുന്നത്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരമേഖലയിലേക്ക് പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്. ഹാഷ്മി. MG പ്രതീക്ഷയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.